നമ്മൾ കഴിഞ്ഞ ബാക്ക് പീസ് വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തുടർന്നുള്ള രണ്ടാമത്തെ വീഡിയോ ആണ് നമ്മൾ ഇടുന്നത്. നമുക്ക് ആദ്യം തന്നെ നമുക്കൊരു 1/4 ഇഞ്ച് ഒരു ലൈൻ കൊടുക്കാം. അത് തേരുവശത്തിൻ്റെ അവിടെ ഒന്ന് വരച്ചിട്ട് ചെയ്തോളൂ. തേരുവശം ചിലതൊക്കെ ചുളിച്ചിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നോക്കി 1/4 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇനി ബാക്ക് പീസ് നമ്മൾ അതിൽ വെച്ച് കൊടുക്കുക. ഷോൾഡറൊക്കെ നേരെ കറക്റ്റാക്കി വെക്കണം കേട്ടോ. പിന്നെ കറക്റ്റാക്കി വെച്ചതിന് ശേഷം നമ്മൾ ബാക്കിൽ ഒരു 1.5 ഇഞ്ച് മാർക്ക് കൂട്ടി കൊടുക്കുക. 1.5 ഇഞ്ച് മാർക്ക് കൂട്ടി കൊടുത്ത് അത് വരച്ച് ലെവലാക്കുക. നമ്മളിങ്ങനെ വരയ്ക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വരച്ച് ചെയ്യാൻ പറയുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എവിടെയെങ്കിലും തുണി ഒന്ന് ചെരിഞ്ഞിരുന്നാൽ അത് കൂടിപ്പോവും. അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാനാണ് അങ്ങനെ നേരെ വരച്ച് ചെയ്യാൻ പറയുന്നത്. ഇനി ഇവിടെ 4/4 മാർക്ക് ചെയ്യുക. 4/4 മാർക്ക് ചെയ്ത് നമ്മൾ പടി വെട്ടാനുള്ള ഭാഗമാണത് കേട്ടോ. ഈ സൈഡിൽ നമ്മളൊരു ടക്കിൻ്റെ വീതിയാണ് നമ്മൾ അവിടെ കൂട്ടി കൊടുക്കണം. 3 ഇഞ്ച് നമ്മൾ മാർക്ക് കൂട്ടി കൊടുക്കുക. എന്നിട്ട് മേലെ നിന്ന് എവിടെയാണ് 3 ഇഞ്ച് കിട്ടിയാണ് ആ ഇതിലേക്ക് നമ്മളൊന്ന് ചെരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മുടെ കഴുത്തിൻ്റെ വീതി എത്രയായിരുന്നു നമ്മൾ കൊടുത്തേക്കണത്? 2.5 ആണെങ്കിൽ 2.5 കഴിഞ്ഞ് ഒരു 1/4 ഇഞ്ച് കൂടുതൽ വരണം. അപ്പോൾ 2.25 വരിക. അതിലേക്ക് നമ്മുടെ ഇത് വയ്ക്കണം. ഞാൻ 2.25 കഴുത്തിന് വിരിവ് കൊടുത്തായിരുന്നത്. അപ്പോൾ 3 ഇഞ്ച് നമുക്ക് അവിടെ കിട്ടണം. ആ 3 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്യുക. അത് അവിടെ ഇത്തിരി ചെരിവ് വന്നതാണ്. ഇവിടെ ശരിക്കും കറക്റ്റാക്കി കൊടുക്കുന്നതാണ് കേട്ടോ. അവിടെ കണ്ട ഒരു 1/4 ഇഞ്ച് അവിടെ വ്യത്യാസം വന്നതുണ്ട്. നമ്മൾ വിരിഞ്ഞ് പോയി, കഴുത്തിൻ്റെ വിസ്താരം വിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ നമുക്കത് അവിടെ ബുദ്ധിമുട്ടായിരിക്കും. കഴുത്ത് മലർന്നു പോകും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടാമതും അവിടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയത്. എന്നിട്ട് അതിനെ ഷോൾഡറും കൈക്കുഴിയൊക്കെ നേരെ വരച്ചെടുക്കുക. അടയാളപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിനി നെക്കിൻ്റെ ഇറക്കം 6.25 ഞാൻ മാർക്ക് ചെയ്യണം. അതായത് തയ്യൽത്തുമ്പ് ഇറക്കാണ്. എനിക്ക് 6 ഇഞ്ച് ഇറക്കം മതി. അപ്പോൾ 6.25 ഇഞ്ച് മാർക്ക് ചെയ്തു ഇനി നമുക്കതിനെ വരച്ച് കട്ട് ചെയ്തെടുക്കാം. ഇറക്കലിന് എല്ലാ ഭാഗങ്ങളും കട്ട് ചെയ്തെടുക്കാം. ഞാൻ തുണി സൗണ്ട് പിന്നീടാണ് പറയണത്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ചെയ്യണതിനൊക്കെ തിരിച്ചൊക്കെ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. കട്ട് ചെയ്യുമ്പോൾ ഒരുമിച്ച് കട്ട് ചെയ്യുമ്പോഴല്ല നമ്മൾ പറയണത്. സൗണ്ട് നമ്മൾ വേറെ ഇത് ചെയ്യണതാണ്. ബാക്ക് പീസ് എടുത്ത് മാറ്റാം നമുക്ക്. ഇനി നമ്മുടെ മെയിൻ ടക്കിൻ്റെ ലെങ്ത് എത്രയാണോ അത് നമ്മൾ മാർക്ക് ചെയ്യുക. നമുക്ക് 10.25 മാർക്ക് ചെയ്യാം. 10.25 മാർക്ക് ചെയ്ത് അത് ടക്കിൻ്റെ വിരിവ് നമ്മൾ 3.25 എനിക്ക് 4 എനിക്ക് വരുന്നത്. അതിൽ കൂടെ ഒരു 1/4 ഇഞ്ച് കൂടി കൂട്ടി 4.25 മാർക്ക് ചെയ്ത് നേരെ താഴേക്ക് വരച്ചു കൊടുക്കുക. ഇനി 4.25 നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതിനെ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുക. 3/4 ഇഞ്ച് ഈ മെയിൻ ടക്കിൻ്റെ താഴേക്ക് മാർക്ക് ചെയ്യാം. ഇനി 3/4 ഇഞ്ചിൽ നിന്ന് 4.25 ആ സൈഡിലേക്ക് 4.25 കൊടുത്തില്ലേ, അവിടേക്ക് ഒന്ന് ചിരിച്ചു കൊടുക്കുക. ഇനി നമ്മുടെ വേസ്റ്റിൻ്റെ വണ്ണം എത്രയാണോ അതിന് 4/1 ഭാഗം അടയാളപ്പെടുത്തുക. 1.5 ഇഞ്ച് തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്യുക. ഇനി അതിനെ പടി ചെരിച്ച് വരയ്ക്കണം. നേരെ വരയ്ക്കരുത്, ക്രോസിൽ കട്ട് ചെയ്യും. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇനി പടി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. താഴെ നമുക്കൊരു 1/4 ഇഞ്ച് അവിടെ ചെരിച്ച് കട്ട് ചെയ്ത് കളയാം. മാറ്റി വയ്ക്കുക. മെയിൻ ടക്കിൻ്റെ വീതി അടയാളപ്പെടുത്താം. 1.25 വീതം നമ്മൾ 3 കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1.5 പകുതി 1.25 വീതം 2 സൈഡിലേക്ക് മാർക്ക് ചെയ്യുക. ഇനി അടുത്ത ടക്ക് എടുക്കുക. 1.25 മാർക്ക് ചെയ്ത് രണ്ടാമത്തെ ടക്ക് നമുക്ക് മാർക്ക് ചെയ്യാം. ഇവിടെ 3/4 ഇഞ്ച് 2 സൈഡും വെട്ടിയതിന് ശേഷം ടക്ക് എടുക്കാം കേട്ടോ. 3/4 ഇഞ്ച് ചെരിച്ച് വെട്ടണം 2 സൈഡിലേക്ക്. ഇനി അത് കട്ട് ചെയ്ത് കളയാം കേട്ടോ. 3/4 ഇഞ്ചിലേക്ക് മാർക്ക് ചെയ്ത് 2 സൈഡും ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്ക് രണ്ടാമത്തെ ടക്ക്
1.25 മാർക്ക് ചെയ്യുക. 1.25 മേണ്ടക്കിൻ്റെ അവിടെ നിന്ന് മാർക്ക് ചെയ്ത് നമ്മൾ ചെരുവിൽ കൊടുക്കാം. അത് 1/4 ഇഞ്ച് എഴുതാണ് നമ്മൾ ടക്ക് പിടിക്കേണ്ടത് കേട്ടോ. ഒന്നാമത്തെ ടക്ക് 2.5 മാർക്ക് ചെയ്യാം. ഇതിനെ നമുക്ക് മെയിൻ ടക്കുമായിട്ട് ക്രോസ് പിടിച്ചിട്ട് മാർക്ക് ചെയ്യാം. ഇനി നമ്മുടെ കൈ ഒരു 1/4 ഇഞ്ച് നമുക്ക് കുഴിച്ച് വെട്ടണം. അത് നമ്മൾ 1.5 ഇഞ്ച് താഴെ മാർക്ക് ചെയ്തിട്ട് വേണം നമുക്ക് ആ ഇതിൽ നിന്ന് കുഴിച്ച് വെട്ടാനായിട്ട്. 1/4 ഇഞ്ച് അവിടെ കുഴിച്ച് വെട്ടണം. കഴുത്തിൻ്റെ അവിടെ ഒരു 1/4 ഇഞ്ച് ടക്കിൻ്റെ മുകളിലേക്കായിട്ടൊന്ന് ചെരിച്ച് കട്ട് ചെയ്ത് കളയാം. കാലിഞ്ച് കട്ട് ചെയ്ത് കളയാം. നമ്മൾ ആ ബാക്കും ഫ്രണ്ടും കൂടി ഒന്ന് വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് അറിയാം എവിടെയെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടോ. നമ്മൾ ടക്കുകളുടെയൊക്കെ പോയിന്റുകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തിടാം കേട്ടോ. നമുക്ക് അപ്പോൾ അപ്പുറത്തെ വശത്തേക്ക് നമുക്കത് എടുക്കാനായിട്ട് എളുപ്പമായിരിക്കും. എല്ലാ ടക്കുകളും ഒന്ന് സൂചി വെച്ച് ഒന്ന് പോയിന്റ് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് വരച്ചെടുക്കാനായിട്ട് എളുപ്പമായിരിക്കും. ബാക്ക് ഫ്രണ്ടും ഒന്ന് വെച്ച് നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് അറിയാം. നമ്മൾ ഇങ്ങോട്ട് നീങ്ങി കിടക്കുന്ന തുണി ആ ടക്ക് പിടിക്കുമ്പോൾ ആ 3 ഇഞ്ചിലേക്ക് ടക്കണ്ട് വലിക്കുമ്പോൾ കണ്ട ഇങ്ങോട്ട് നീങ്ങിപ്പോരും. അപ്പോൾ നമ്മളുടെ പടിയുടെ അവിടുത്തെ ലെങ്ത്തും ഇവിടുത്തെ ലെങ്ത്തും കൂടി കറക്റ്റിൽ അറിയാം. 1/2 ഇഞ്ച് വീതം തയ്യൽത്തുമ്പോൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവിടെ കറക്റ്റ് ആ ഇത് വരും. ഓക്കെ ആയില്ലേ. ഇനി നമുക്ക് കൈയിനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അടുത്തത് കൈയിനെ കട്ട് ചെയ്തെടുക്കാം. പീസിനെ ഇങ്ങനെ എടുക്കുക. ഇങ്ങനെ പിടിക്കുമ്പോൾ നമുക്ക് കൈവണ്ണം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ പീസ് അവിടെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യണം. ഇത് ഒന്ന് നമുക്ക് ലെവലാക്കാം. തയ്യൽ തുമ്പ് എത്രയാണ് നമുക്ക് ആവശ്യമാണ് 1.5. ഞാൻ 1.25 മുകളിൽ അവിടെ മാർക്ക് ചെയ്യണം. അപ്പോൾ 1.25 മാർക്ക് ചെയ്ത് കൊടുക്കുക. മാർക്ക് ചെയ്തു. ഇനി നമ്മുടെ ലെങ്ത്ത് എത്രയാണ് നമുക്ക് ആവശ്യമുള്ളത് ആ ലെങ്ത്ത് മാർക്ക് ചെയ്യുക. 9 എനിക്ക് വേണ്ടതെന്ന് അറിയാം. അവധിക്കൂടെ ഒരു 1/4 ഇഞ്ചും കൂടി തയ്യൽത്തും കൂടി 9.5 മാർക്ക് ചെയ്യുക. അതിന് നേരെ വരച്ച് ഒരു ബോക്സ് പോലെ ആക്കി കൊടുത്തു. ഇനി ഒരു 3 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്യുക. അതിന് നമ്മുടെ ആംഹോൾ എത്രയാണോ 9 നമുക്ക് കിട്ടണ രീതിയിൽ ആ വരയിൽ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മുടെ വേസ്റ്റ് കൈയുടെ അടിവണ്ണം എത്രയാണെന്ന് നോക്കുക. അതിനെ അവിടെ മാർക്ക് ചെയ്യുക. അതിൻ്റെ പകുതി മാർക്ക് ചെയ്യുക. ഇതിൻ്റെ സെൻറ്റർ കാണുക. സെൻറ്ററിൽ നമ്മൾ കുഴിച്ച് വെട്ടാനായിട്ടുള്ള കൈക്കുഴി കുഴിച്ച് വെട്ടാനുള്ളതൊക്കെ നമുക്ക് ഇതിലാണ് മാർക്ക് ചെയ്യേണ്ടത്. ആദ്യം തന്നെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക മുകളിലേക്ക്. എന്നിട്ട് നമ്മൾ ഇതിനെ ആദ്യം കൈയുടെ ഷേപ്പ് വരച്ചെടുക്കുക. കൈയുടെ ഷേപ്പ് വരച്ചെടുത്തു. ഇനി അവിടെ പീസ് വരുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിരിക്കും പോരായുള്ളത് അവിടെ വരുമ്പോൾ. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് കൈയുടെ തീരില്ലാന്ന് തോന്നും. ഇനി നമ്മൾ കൈ ഫ്രണ്ട് കുഴിച്ച് വെട്ടണം. അതായത് ഫ്രണ്ട് കൈ അതിൻ്റെ നടുവ് മാർക്ക് ചെയ്ത് അവിടെ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യുക. അവിടെ ഇപ്പുറത്തും അതുപോലെ തന്നെ സെൻറ്റർ മാർക്ക് ചെയ്ത് പോയിൻ്റ് ചെയ്യുക. ഈ പോയിൻ്റിൽ നിന്നാണ് നമ്മൾ 3/4 ഇഞ്ച് നമ്മൾ ഫ്രണ്ട് കുഴിച്ച് വെട്ടണം. അതുപോലെ തന്നെ കൈയുടെയും നമ്മൾ എത്രയാണ് 3/4 എടുക്കണമെങ്കിൽ അതന്നെ നമ്മൾ ഇതിൻ്റെയും മുറിച്ച് കട്ട് ചെയ്ത് കളയണം കേട്ടോ. അവിടെ 3/4 ഇഞ്ച് കട്ട് ചെയ്ത് കളയാം. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം.
ഈ പീസ് ഇതിവിടെ വെച്ച് കൊടുത്താൽ നമുക്ക് കറക്റ്റ് അറിയാം. കണ്ട നമ്മൾ അടിച്ചതിന് ശേഷം ഒന്ന് ലെവലാക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒന്നും ചെയ്യണില്ല, അതൊക്കെ സെറ്റാക്കിയതിന് ശേഷമാണ് ചെയ്യുള്ളൂ കേട്ടോ. ആ ഭാഗം നമുക്ക് അവിടേക്കുള്ളത് കിട്ടി. ഇനി അടിവണ്ണം നമുക്ക് ഒന്ന് ലെവലാക്കിയിട്ട് കട്ട് ചെയ്ത് കളയണം. കൈക്കുഴി കുഴിച്ച് കളയണം. ആദ്യം ഇവിടെ ലെവലാക്കി വെട്ടാം. ഇനി മാർക്ക് ചെയ്ത് നിർത്തിയിട്ടിട്ട് അതിന് നമ്മൾ കുഴിച്ച് വെട്ടാനുള്ളത് കട്ട് ചെയ്തെടുക്കാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പറഞ്ഞതൊക്കെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാതെ, എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ നമ്മൾക്ക് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞു തരാൻ പറ്റും. വീഡിയോ ഇഷ്ടമായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.